ശത്രു പറയും നീ എഴുന്നേൽക്കുകയല്ല, പക്ഷെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. നിന്നെ എഴുന്നേൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ മുടന്തനായ ഒരു ഭിക്ഷക്കാരൻ, അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ മനുഷ്യൻ. നാട്ടുകാരും വീട്ടുകാരും അവനെ ചികിത്സിച്ച ഡോക്ടർമാരും ഒന്നേ പറഞ്ഞോളൂ, ഇവൻ ഇനി എഴുന്നേൽക്കുകയല്ല, ഇവൻ ഇനി നടക്കുകയല്ല. പക്ഷെ നിന്നെ നടത്താൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര ദിവസം കഴിഞ്ഞാലും, എത്ര ആഴ്ച കഴിഞ്ഞാലും, എത്ര മാസം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും നിന്നെ എഴുന്നേൽപ്പിക്കാനുള്ളവനെ നിന്റെ അരികിൽ ദൈവം എത്തിക്കും. നിന്റെ നരിയാണികളെ ഉറപ്പിച്ച്, നിന്റെ കാലുകൾക്ക് ബലം നൽകി, നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ ആരെഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞോ അവനെ കൊണ്ട് തിരുത്തി പറയത്തക്ക നിലയിൽ ദൈവം തന്റെ ദാസന്മാരെ നിന്റെ ഭവനത്തിൽ അയച്ച്, നിന്റെ അരികിൽ അയച്ച്, അതിനുള്ള സാഹചര്യം ഒരുക്കി, അതിനുള്ള മുഖാന്തരം ഒരുക്കി ദൈവത്തിനെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നുണ്ട്. ഡോക്ടർമാരുടെ വാക്കുകളേക്കാൾ അപ്പുറമായി, വൈദ്യശാസ്ത്രത്തിന് അപ്പുറമായി, മാനുഷിക വാക്കുകൾക്ക് അപ്പുറമായി ഇന്ന് ഫലക്കാല് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിനാൽ മനുഷ്യരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ഡോക്ടർമാരെന്ത് വേണേലും പറഞ്ഞോട്ടെ, രക്തബന്ധങ്ങൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ എഴുന്നേൽപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് അമുഖാന്തരം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കൃത്യസമയത്ത് ആ സാഹചര്യം മുമ്പിൽ വെളിപ്പെട്ടു വരും. അതിനുള്ള വ്യക്തികളെ നിന്റെ മുമ്പിൽ ദൈവം അയക്കും. ദൈവത്തിനെ എഴുന്നേൽപ്പിക്കാം. ഇനി ഒരു കൂടെ പറയാം, നിനക്ക് സ്വയമായിട്ട് എഴുന്നേൽക്കാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പ്രാപ്തിയുള്ളവരെ നിന്റെ മുമ്പിൽ ദൈവം എത്തിക്കും. നിനക്ക് സ്വയമായിട്ട് എഴുന്നേൽക്കാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായ, നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പ്രാപ്തിയുള്ള തന്റെ ഭക്തന്മാരെ, തന്റെ അഭിഷിക്തന്മാരെ നിന്റെ മുമ്പിൽ ദൈവം അയച്ചു. അവന്റെ കരം നിനക്ക് വേണ്ടി നീട്ടി. ആ കരത്തിൽ നീ പിടിച്ചോ, നീ എഴുന്നേറ്റ് വരുമെന്ന്. ഇന്ന് പലരാത്മാവിനെ കാണുകയാ. ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ചരലിലൂടെ ചലിപ്പിച്ച് ആ മാനുഷിക കരം നിനക്ക് വേണ്ടി